ഹലോ നമസ്കാരം. എല്ലാവർക്കും സഹകാരി റേസ് പ്ലസിന്റെ കറണ്ട് ഫസ്റ്റ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമുക്കറിയാം ഇന്നറിയേണ്ടത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ക്ലാസ്സിലേക്ക് കിടക്കാം. നടൻ ഷാനവാസ് അന്തരിച്ചു. മലയാളത്തിന്റെ നിത്യഹരിത നായകനായ നമ്മുടെ പ്രേം നസീറിന്റെ മകനാണ് നടൻ ഷാനവാസ്. അദ്ദേഹം അന്തരിച്ചു. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ചോദ്യം വരാം, നമ്മുടെ അടുത്തിടെ അന്തരിച്ച പ്രശസ്തനായ സിനിമാ നടൻ പ്രേം നസീറിന്റെ മകൻ ആര്, മകനും നടനുമായ വ്യക്തി ആര് എന്നൊരു ചോദ്യം വന്നാൽ ആരാണ്? ഷാനവാസ്. പ്രശസ്ത നടൻ ഷാനവാസ് അന്തരിച്ചു. ആദ്യം തന്നെ ഒരു വിയോഗം നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ ദുഃഖകരമാണ്. പക്ഷെ എന്നിരുന്നാലും പഠിക്കുക, നടൻ ഷാനവാസ് അന്തരിച്ചു. ഷിബു സോറൻ ഓർമ്മയായി. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു പേരാണ് ഷിബു സോറൻ. ആരാണ് ഷിബു സോറൻ? ആരാണ്? ജാർഖണ്ഡിന്റെ മുൻ മുഖ്യമന്ത്രിയും മുൻ കേന്ദ്രമന്ത്രിയുമായ വ്യക്തിയാണ് ഷിബു സോറൻ. ആരാണ്? ജാർഖണ്ഡിന്റെ മുൻ മുഖ്യമന്ത്രിയും മുൻ കേന്ദ്രമന്ത്രിയുമായിരുന്ന വ്യക്തിയാണ് ഷിബു സോറൻ. അദ്ദേഹത്തിന്റെ പ്രത്യേകത, അദ്ദേഹം പലതവണ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ആയിട്ടുണ്ട് എങ്കിലും ഒരു തവണ പോലും ആ ഒരു പീരീഡ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. നമുക്കറിയാം 5 വർഷമാണ് ഒരു നിയമസഭയുടെ കാലാവധി, അല്ലെ? നമ്മുടെ പിണറായി സർക്കാരിന്റെ കാലാവധി അവസാനിക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു 5 വർഷം പീരീഡാണ് എല്ലാവർക്കും ഉള്ളത്. ആ ഒരു 5 വർഷം അദ്ദേഹം കംപ്ലീറ്റ് ഇതുവരെയും ചെയ്തിട്ടില്ല എന്നതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത. അപ്പൊ ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രിയും ജാർഖണ്ഡ് മുക്തി മോർച്ച സ്ഥാപകൻ, എന്താണ്? ജാർഖണ്ഡ് മുക്തി മോർച്ച സ്ഥാപകനും മുൻ കേന്ദ്രമന്ത്രിയുമായ ഷിബു സോറൻ അന്തരിച്ചു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ 1972 ഏതാണ് വർഷം? 1972 രൂപം കൊണ്ട ജാർഖണ്ഡ് മുക്തി മോർച്ചയുടെ ഇടപെടലിലൂടെയാണ് 2000 ജാർഖണ്ഡ് സംസ്ഥാനം യാഥാർത്ഥ്യമായത്. 2000 ജാർഖണ്ഡ് സംസ്ഥാനം നിലവിൽ വരുന്നത്. അപ്പോൾ ജാർഖണ്ഡ് സംസ്ഥാനം നിലവിൽ വരാൻ മുൻപന്തിയിൽ നിന്നും പ്രവർത്തിച്ച വ്യക്തി കൂടിയാണ് ആര്? ഷിബു സോറൻ. 1972 അദ്ദേഹം JMM, എന്താണ്? എന്താണ് JMM? ജാർഖണ്ഡ് മുക്തി മോർച്ച. ജാർഖണ്ഡ് മുക്തി മോർച്ച എന്ന ഒരു സംഘടന രൂപീകരിക്കുകയും അതിന്റെ പ്രവർത്തനങ്ങളിലൂടെയാണ് 2000 ജാർഖണ്ഡ് സംസ്ഥാനം നിലവിൽ വരികയും ചെയ്തത്. 8 തവണ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. എത്ര തവണ? 3 തവണ മുഖ്യമന്ത്രിയായെങ്കിലും ഒരിക്കലും കാലാവധി പൂർത്തിയാക്കാനായില്ല. എത്ര തവണ മുഖ്യമന്ത്രിയായി? 3 തവണ. 3 തവണ ജാർഖണ്ഡിന്റെ മുഖ്യമന്ത്രിയായി എങ്കിലും ഒരു തവണ പോലും അദ്ദേഹത്തിന് തന്റെ കാലാവധി പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ മകനും ജാർഖണ്ഡ് മുഖ്യമന്ത്രിയുമായ ഹേമന്ത് സോറൻ അടുത്തുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് പഠിക്കണം, ജാർഖണ്ഡിന്റെ മുഖ്യമന്ത്രി ആര്? ഓപ്ഷൻ എ ഷിബു സോറൻ, ഓപ്ഷൻ ബി ഹേമന്ത് സോറൻ, CD വേറെ എന്തെങ്കിലും 2 സോറൻ. നമുക്ക് ഷിബു സോറൻ ഒക്കെ മിന്നിത്തെളിഞ്ഞു വരും, നമ്മൾ അതിലൊന്നും വീഴരുത്. അദ്ദേഹം ആരാണ്? നിലവിലെ മുഖ്യമന്ത്രിയുടെ അച്ഛനാണ് ഷിബു സോറൻ. അന്തരിച്ചു. ആരാണ്? ഹേമന്ത് സോറൻ. ആരാണ്? ഹേമന്ത് സോറൻ. ഹേമന്ത് സോറനാണ് നിലവിലെ ജാർഖണ്ഡ് മുഖ്യമന്ത്രി. ആരാണ്? ഹേമന്ത് സോറൻ. ഹേമന്ത് സോറനാണ് ജാർഖണ്ഡ് മുഖ്യമന്ത്രി. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് തന്നെയായിരുന്നു ഈ മരണസമയത്തൊക്കെ ഷിബു സോറൻ ഉണ്ടായിരുന്നത്. അപ്പൊ ഷിബു സോറൻ ജാർഖണ്ഡ് സംസ്ഥാനത്തെ ഒരു സംസ്ഥാനമായി രൂപവൽക്കരിക്കുന്നതിന് വളരെയധികം മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിച്ച ഒരു വ്യക്തി കൂടിയാണ്. 3 തവണ ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായ വ്യക്തിയാണ്. മുൻ കേന്ദ്രമന്ത്രിയാണ്. 1972 ജാർഖണ്ഡ് മുക്തി മോചന എന്ന സംഘടന ആരംഭിച്ച വ്യക്തിയുമാണ് ആര്? ഷിബു സോറൻ. നിലവിലെ മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെ പിതാവ് കൂടിയാണ് ആര്? ഷിബു സോറൻ. PK കാളൻ പുരസ്കാരം അതിയടം കുഞ്ഞിരാമ പെരുവണ്ണാന്. ആർക്കാണ്? അതിയടം കുഞ്ഞിരാമ പെരുവണ്ണാൻ. നല്ല പേരല്ലേ, അതിയടം കുഞ്ഞിരാമ പെരുവണ്ണാൻ. നാടൻ കലാരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് സാംസ്കാരിക വകുപ്പിന്റെ PK കാളൻ പുരസ്കാരം. എന്തിനാണ് PK കാളൻ പുരസ്കാരം നൽകുന്നത്? എന്തിനാണ് നൽകുന്നത്? നാടൻ കലാരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക്. എന്തിനാണ്? നാടൻ കലാരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കാണ് PK കാളൻ പുരസ്കാരം നൽകുന്നത്. ആ പുരസ്കാരം നൽകുന്നത് നമ്മുടെ സാംസ്കാരിക വകുപ്പാണ്. ഏത് വകുപ്പാണ്? സാംസ്കാരിക വകുപ്പാണ്. PK കാളൻ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് അതിയടം കുഞ്ഞിരാമ പെരുവണ്ണാനാണ്. അദ്ദേഹം ഒരു തെയ്യം കലാകാരനാണ്. എന്ത് കലാകാരനാണ്? തെയ്യം കലാകാരൻ. അപ്പൊ നാടൻ കലാരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കാണ് നൽകുന്നതെന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ അതിയടം കുഞ്ഞിരാമ പെരുവണ്ണാൻ ഏത് നാടൻ കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? തെയ്യം. തെയ്യം കലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹത്തിനാണ് 2025 PK കാളൻ പുരസ്കാരം
പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്? എന്താണ്? PK കാളൻ പുരസ്കാരം. കേരള ഫോക്ലോർ അക്കാദമി ചെയർമാനും ഗദ്ദിക കലാകാരനുമായിരുന്ന PK കാളന്റെ ഓർമ്മയ്ക്കാണ് ഈ ഒരു പുരസ്കാരം നൽകുന്നത്. ഗദ്ദിക കലാകാരനായിരുന്ന PK കാളന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു പുരസ്കാരം നൽകുന്നത്. അദ്ദേഹം കേരള ഫോക്ലോർ അക്കാദമി ചെയർമാൻ ആയിരുന്നു. കേരള ഫോക്ലോർ അക്കാദമി ചെയർമാനായി പ്രവർത്തിച്ച വ്യക്തിയാണ് ആര്? PK കാളൻ. ഗദ്ദിക കലാകാരനായിരുന്നു PK കാളൻ. ഇത് ഏത് വർഷത്തെ പുരസ്കാരമാണ്? PK കാളൻ പുരസ്കാരം ലഭിച്ചു എന്ന് പറഞ്ഞു. 2025 PK കാളൻ പുരസ്കാരമല്ല ഇതെന്ന് നിങ്ങൾ ഓർക്കുക. 2023 പുരസ്കാരമാണ്. ഏത് വർഷത്തെയാണ്? 2023. അപ്പോൾ ഒരു പക്ഷേ ഒരു സ്റ്റേറ്റ്മെന്റ് ചോദ്യം 2025 PK കാളൻ പുരസ്കാരം ലഭിച്ചത് തെയ്യം കലാകാരനായ അതിയടം കുഞ്ഞിരാമ പെരുവണ്ണാനാണ് എന്ന് പറഞ്ഞാൽ തെറ്റാണ് എന്ന് നിങ്ങൾ ഓർക്കുക. 2023 പുരസ്കാരമാണ് ഇപ്പോൾ അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത്. പ്രമുഖ അർബുദ രോഗ ഗവേഷകൻ ഡോക്ടർ R ശങ്കരനാരായണൻ അന്തരിച്ചു. അപ്പോ പ്രമുഖ അർബുദ രോഗ ചികിത്സകനും ഗവേഷകനുമായിരുന്ന ഡോക്ടർ രംഗസ്വാമി ശങ്കരനാരായണൻ അന്തരിച്ചു. നമുക്ക് ഇത്ര മാത്രം മതി, കൂടുതലൊന്നും വേണ്ട. അപ്പൊ എന്താണ്? ഒരു അർബുദ രോഗ ഗവേഷകനായിരുന്നു ആര്? ശങ്കരനാരായണൻ. അപ്പോൾ അദ്ദേഹമാണ് അന്തരിച്ചിരിക്കുന്നത്. അപ്പോൾ അടുത്തിടെ അന്തരിച്ച അർബുദ രോഗ ഗവേഷകനായ വ്യക്തി, പ്രശസ്ത അർബുദ രോഗ ഗവേഷകൻ ആരാണ്? ശങ്കരനാരായണൻ. ഉപ്പുവെള്ളത്തിലും വിളയുന്ന നെൽവിത്തിനായി കേരളം. അപ്പോൾ കേരളത്തിൽ ഒരു മുന്നേറ്റം ഉണ്ടായിരിക്കുകയാണ്. നമുക്കൊരു സ്റ്റെപ്പ് നമ്മൾ മുന്നിലേക്ക് വെക്കുന്നു. ഉപ്പുവെള്ളത്തിലും വിളയുന്ന നെൽവിത്തുകൾ ഉണ്ടാക്കുന്നു. ഉപ്പുവെള്ളത്തിലും വിളയുന്ന നെൽവിത്ത് ജീൻ എഡിറ്റിംഗിലൂടെയാണ് ഇതുണ്ടാക്കുന്നത്. നമുക്കറിയാം, നമുക്ക് എന്താണ് ജനിതകത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വരുത്താം. ഒരു ജനിതകത്തിൽ മാറ്റം വരുത്തിയിട്ടല്ലേ ഇത്തരം ഒരു കണ്ടുപിടുത്തലൊക്കെ നടത്താൻ പറ്റൂ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വരുത്തണമെങ്കിൽ ജീൻ എഡിറ്റിംഗ് ചെയ്യണം. അപ്പോൾ ജീൻ എഡിറ്റിംഗിലൂടെയാണ് പുതിയ വിത്തിനങ്ങൾ രൂപീകരിക്കാൻ പദ്ധതിയിടുന്നത്. ഗവേഷണത്തിനായി പുതിയ ഒരു കേന്ദ്രം നിലവിൽ വരുന്നു. ഈ ഉപ്പുവെള്ളത്തിൽ വിളയുന്ന നെൽവിത്തിനങ്ങൾ ഉണ്ടാക്കുന്ന ഗവേഷണത്തിനായി ഒരു പുതിയ ഗവേഷണ കേന്ദ്രം തന്നെ നിലവിൽ വരാൻ പോകുന്നു. നമുക്ക് നോക്കാം. ഉപ്പുവെള്ളത്തെ അതിജീവിക്കുന്നതുൾപ്പെടെ ഗുണത്തോടെ മികച്ച ഉൽപാദന ശേഷിയുള്ള നെൽവിത്തിനങ്ങളുടെ ഗവേഷണത്തിനായി പ്രത്യേക കേന്ദ്രം വരുന്നു. ജീൻ എഡിറ്റിംഗിലൂടെ ഇത് സാധ്യമാക്കുന്നതിന് കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിലായിരിക്കും കേന്ദ്രം സ്ഥാപിക്കുക. പ്രാഥമിക നടപടികളുടെ ഭാഗമായി ഫയൽ സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് ക്രോപ്പ് ബ്രീഡിംഗ് എന്താണ്? ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് ക്രോപ്പ് ബ്രീഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് ക്രോപ്പ് ബ്രീഡിംഗ് എന്നാണ് ഈ ഒരു പുതിയ ഗവേഷണ കേന്ദ്രത്തിന്റെ പേര് എന്ന് പറയുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് ക്രോപ്പ് ബ്രീഡിംഗ് എന്ന പേരിൽ കേരള കാർഷിക സർവകലാശാലയുമായി സഹകരിച്ചാണ് ഗവേഷണ കേന്ദ്രത്തിന് തുടക്കം. എന്താണ് പുതിയ ഗവേഷണ കേന്ദ്രത്തിന്റെ പേര്? ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് ക്രോപ്പ് ബ്രീഡിംഗ് എന്നാണ് ആ ഒരു പുതുതായി നിലവിൽ വരാൻ പോകുന്ന ഗവേഷണ കേന്ദ്രത്തിന് പേര് കൊടുത്തിരിക്കുന്നത്. കേരള ക്ലൈമറ്റ് റീസൈലിയന്റ് വാല്യൂ ചെയിൻ മോഡേണൈസേഷൻ പ്രോജക്റ്റിന്റെ, അതായത് നമ്മുടെ കേര, കേര വെളിച്ചെണ്ണയൊക്കെ നമ്മൾ വാങ്ങില്ലേ? കേര വെളിച്ചെണ്ണ ഒരു കേരള സർക്കാർ ഉൽപ്പന്നം എന്ന് പറയും നമ്മൾ വാങ്ങാറില്ലേ? അപ്പോൾ ആ കേരയുടെ ഫുൾ ഫോം ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അതുകൂടെ നിങ്ങളൊന്ന് പഠിക്കുക. കേരള ക്ലൈമറ്റ് റീസൈലിയന്റ് വാല്യൂ ചെയിൻ മോഡേണൈസേഷൻ പ്രോജക്ട്. കേരള ക്ലൈമറ്റ് റീസൈലിയന്റ് വാല്യൂ ചെയിൻ മോഡേണൈസേഷൻ പ്രോജക്ട് എന്നാണ് കേരയുടെ പൂർണ്ണരൂപം. ഈ കേരയുടെ സഹായവും ഇങ്ങനെ ഒരു വിത്തിനം ഉണ്ടാക്കാൻ, ഇങ്ങനെ ഒരു പ്രത്യേക ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കുന്നതിൽ തന്നെ ഈ കേരയുടെ സഹായവും ഇവിടെ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ വാർത്തകളിലൂടെയൊക്കെ നമുക്ക് കാണാം എന്തൊക്കെയാണ് ഈ ഒരു ഗവേഷണ കേന്ദ്രത്തിന്റെ ബാക്കി പദ്ധതികളും എന്തൊക്കെയാണ് അവരുടെ നേട്ടങ്ങളെന്നും ഒക്കെ വരുന്ന ക്ലാസ്സുകളിൽ വരുന്ന വാർത്തകളിലൂടെയൊക്കെ നമുക്കറിയാം. അടുത്ത വാർത്തയിലേക്ക് പോകാം. വിൻഫാസ്റ്റ് ഇന്ത്യയിൽ ഫാക്ടറി തുറന്നു. നമ്മളിത് കഴിഞ്ഞൊരു ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിയറ്റ്നാം ആസ്ഥാനമായിട്ടുള്ള വൈദ്യുത കാർ നിർമ്മാണ കമ്പനി ഇന്ത്യയിൽ ഒരു ഫാക്ടറി തുറക്കാൻ പോകുന്നു എന്ന രീതിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇവർ ആദ്യമായി അവരുടെ ഒരു ഫാക്ടറി തുറന്നിരിക്കുകയാണ്. എവിടെ? തൂത്തുക്കുടി, നമ്മുടെ ചുറ്റുകോറിൻ എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന നമ്മുടെ തൂത്തുക്കുടി, തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിലാണ് അവർ ഫാക്ടറി തുറന്നിരിക്കുന്നത്. അപ്പോൾ വിൻഫാസ്റ്റ് ഏത് രാജ്യത്തിന്റെ ഫാക്ടറിയാണ്? ഏത് രാജ്യത്തിന്റെ ഉടമസ്ഥതയിലുള്ളതാണ്? ഏതാണ്? വിയറ്റ്നാം. അവരുടെ ആസ്ഥാനം വിയറ്റ്നാം ആണ്. ഇതൊരു വൈദ്യുത കാർ നിർമ്മാതാക്കളായ കമ്പനിയാണ്.
വൈദ്യുത കാർ, ഇലക്ട്രിക് കാർ നിർമ്മാണത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു കമ്പനിയാണ് വിൻഫാസ്റ്റ്. വിൻഫാസ്റ്റ് ഇന്ത്യയിൽ അവരുടെ ആദ്യത്തെ ഫാക്ടറി തുറന്നിരിക്കുന്നു. എവിടെയാണ്? തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിൽ. അപ്പോൾ അത് ഉദ്ഘാടനം ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കൊടുത്തിരിക്കുന്നത്. വിൻഫാസ്റ്റിന്റെ തൂത്തുക്കുടി നിർമ്മാണശാലയുടെ ഉദ്ഘാടനം നിർവഹിച്ച തമിഴ്നാട് മുഖ്യമന്ത്രി ആരാണ്? എം.കെ. സ്റ്റാലിൻ. എം.കെ. സ്റ്റാലിൻ VF7 എന്താണ്? വിൻഫാസ്റ്റ് VF7 മോഡൽ കാറിന്റെ ബോണറ്റിൽ ഒപ്പുവെക്കുന്നു. ഇങ്ങനെയാണ് അദ്ദേഹം അത് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. സിറാജകീയം ഇന്ത്യ. അപ്പോ ഇംഗ്ലണ്ടിനെ 6 റൺസിന് ഇന്ത്യ തോൽപ്പിച്ചു. പരമ്പര സമനിലയിൽ. അപ്പോൾ ഈ സമീപകാലത്തൊന്നും ഇതുപോലൊരു ജയം ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യ നേടിയിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റ്, നമ്മുടെ ഇംഗ്ലണ്ടും ഇന്ത്യയും തമ്മിലുള്ള ടെസ്റ്റ് ക്രിക്കറ്റ് നടക്കുന്നുണ്ടായിരുന്നു. ആകെ 5 കളികളാണ് ഉണ്ടായിരുന്നത്. 2 കളികളിൽ ഇംഗ്ലണ്ട് ജയിച്ചു, 2 കളികളിൽ ഇന്ത്യയും ജയിച്ചു, 1 കളി സമനിലയും വന്നതോടുകൂടി കിരീടം ഇരു രാജ്യങ്ങളും പങ്കുവെക്കുന്ന കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. അപ്പൊ സിറാജകീയം ഇന്ത്യ, അതായത് മാൻ ഓഫ് ദി മാച്ചായി മാറിയത് നമ്മുടെ സിറാജാണ് മാൻ ഓഫ് ദി മാച്ച്. സിറാജ്, മുഹമ്മദ് സിറാജിന് 5 വിക്കറ്റാണ്. 5 വിക്കറ്റ് നേട്ടമാണ് നമ്മുടെ മുഹമ്മദ് സിറാജ് നേടിയിരിക്കുന്നത്. അങ്ങനെ മത്സര പരമ്പരകളുടെ അവസാനം ആൻഡേഴ്സൺ ടെൻഡുൽക്കർ ട്രോഫി. ഏതായിരുന്നു ആ ട്രോഫി? ആൻഡേഴ്സൺ ടെൻഡുൽക്കർ ട്രോഫി. ഇതും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ട്രോഫിക്ക് പേര് മാറ്റിയ കാര്യമൊക്കെ നമ്മൾ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ആൻഡേഴ്സൺ ടെൻഡുൽക്കർ ട്രോഫിയാണ് ഈ ടെസ്റ്റ് പരമ്പരയിൽ നമ്മുടെ ഇംഗ്ലണ്ടും ഇന്ത്യയും തമ്മിൽ പങ്കുവെച്ചത്. ഈ കളിയിൽ ചില റെക്കോർഡുകളൊക്കെ വന്നിട്ടുണ്ട്. ഇംഗ്ലണ്ടിൽ ഒരു പരമ്പരയിൽ കൂടുതൽ വിക്കറ്റ് നേടുന്ന ഇന്ത്യൻ പേസർ എന്ന റെക്കോർഡിനൊപ്പം എത്തിയിരിക്കുകയാണ് നമ്മുടെ മുഹമ്മദ് സിറാജ്. എന്താണ് റെക്കോർഡ്? ഇംഗ്ലണ്ടിൽ ഒരു പരമ്പരയിൽ കൂടുതൽ വിക്കറ്റ് നേടുന്ന ഇന്ത്യൻ പേസർ. ഇംഗ്ലണ്ടിൽ ഒരു പരമ്പരയിൽ കൂടുതൽ വിക്കറ്റ് നേടുന്ന ഇന്ത്യൻ പേസർ എന്ന റെക്കോർഡിനൊപ്പം എത്തിയിരിക്കുന്നു മുഹമ്മദ് സിറാജ്. ഒപ്പം എത്തി എന്ന് പറയുമ്പോൾ ഓൾറെഡി അവിടെ ഒരാളുണ്ടല്ലേ, അയാളോടൊപ്പമാണ് എത്തിക്കഴിഞ്ഞത്. ആരായിരുന്നു മുന്നേ അവിടെ ചെന്ന് നിൽക്കുന്നത്? ആരാണ് മുന്നേ ചെന്ന് നിൽക്കുന്നത്? നമ്മുടെ ജസ്പ്രീത് ബുംറയാണ് മുന്നേ അവിടെ ചെന്ന് നിന്നത്. 2021-22 23 വിക്കറ്റ് എടുത്താണ് നമ്മുടെ ജസ്പ്രീത് ബുംറ അന്ന് റെക്കോർഡ് ഇട്ടത്. 2021-22 23 വിക്കറ്റ് എടുത്ത് നമ്മുടെ ജസ്പ്രീത് ബുംറ അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ പിന്നാലെ അവിടെ ചെന്ന് എത്തി നിൽക്കുകയാണ് ആര്? നമ്മുടെ മുഹമ്മദ് സിറാജ്. ഇംഗ്ലണ്ടിൽ ഒരു പരമ്പരയിൽ കൂടുതൽ വിക്കറ്റ് നേടുന്ന ഇന്ത്യൻ പേസർ എന്ന റെക്കോർഡിനൊപ്പം എത്തിയിരിക്കുകയാണ് മുഹമ്മദ് സിറാജ്. ഒരു ടെസ്റ്റ് പരമ്പരയിൽ 9 താരങ്ങൾ 400 റൺസിന് മുകളിൽ സ്കോർ ചെയ്യുന്നത് ഇത് ആദ്യമാണ്. അതായത് ഒരു ടെസ്റ്റ് പരമ്പരയിൽ 9 താരങ്ങളാണ് 400 റൺസിന് മുകളിൽ സ്കോർ ചെയ്യുന്നത്. 1975-76 ഫ്രാങ്ക് വോറൽ ട്രോഫിയിലും 93 ആഷസ് പരമ്പരയിലും 8 ബാറ്റർമാർ 400-ന് മുകളിൽ സ്കോർ ചെയ്തിരുന്നു. അപ്പോൾ ചരിത്രത്തിൽ ആദ്യമായി ഒരു ടെസ്റ്റ് പരമ്പരയിൽ 9 താരങ്ങൾ 400 റൺസിന് മുകളിൽ സ്കോർ ചെയ്തു. ദേശീയ കാർട്ടിംഗ് ഷോണാൽ ഒന്നാമതെത്തി. അപ്പോ ദേശീയ കാർട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഒന്നാമതെത്തിയ മലയാളി താരമാണ് ഷോണാൽ കുനിമ്മൽ. നല്ല പേരല്ലേ? പേര് കേൾക്കുമ്പോൾ നമുക്ക് ആർക്കും തോന്നൂല മലയാളിയാണ് എന്ന്. പക്ഷെ മലയാളിയാണ്, വിശ്വസിച്ചേ പറ്റൂ. ഷോണാൽ കുനിമ്മൽ. ആരാണ്? ഷോണാൽ കുനിമ്മൽ എന്നാണ് പേര്. ഏതാണ് മത്സരം? ദേശീയ കാർട്ടിംഗ് ചാമ്പ്യൻഷിപ്പിലാണ് ഷോണാൽ ഒന്നാമതെത്തിയിരിക്കുന്നത്. ഇന്ത്യയുടെ സാറ, ഓസ്ട്രേലിയയുടെ സ്റ്റാറ. അപ്പൊ നമ്മുടെ സാറ ടെൻഡുൽക്കർ ഓസ്ട്രേലിയൻ വിനോദസഞ്ചാരത്തിന്റെ ഇന്ത്യൻ പ്രചാരകയാകുന്നു. ഓസ്ട്രേലിയൻ വിനോദസഞ്ചാരത്തിന്റെ ഇന്ത്യൻ അംബാസിഡറായി മാറിയിരിക്കുകയാണ് ആര്? സാറ ടെൻഡുൽക്കർ. ആരാണ്? സാറ ടെൻഡുൽക്കർ ഓസ്ട്രേലിയൻ വിനോദസഞ്ചാരത്തിന്റെ ഇന്ത്യൻ പ്രചാരകയാകുന്നു സാറ ടെൻഡുൽക്കർ. കം ആൻഡ് സേ ജിഡേ. എന്താണ്? കം ആൻഡ് സേ ജിഡേ എന്ന ടൂറിസം പദ്ധതിയുടെ ഇന്ത്യയിലെ ബ്രാൻഡ് അംബാസിഡറായാണ് സാറയെ നിയമിച്ചിരിക്കുന്നത്. എന്താണ്? കം ആൻഡ് സേ ജിഡേ എന്ന ടൂറിസം പദ്ധതിയിലൂടെ ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസിഡറായിട്ടാണ് സാറ ടെൻഡുൽക്കറിനെ നിയമിച്ചിരിക്കുന്നത്. അപ്പൊ എന്താ പറഞ്ഞത്? ഓസ്ട്രേലിയൻ വിനോദസഞ്ചാരത്തിന്റെ ഇന്ത്യൻ അംബാസിഡറായി നിയമിതയായിരിക്കുന്ന വ്യക്തി ആരാണ്? സാറ ടെൻഡുൽക്കർ. എന്തായിരുന്നു ആ പദ്ധതി? എന്തായിരുന്നു? കം ആൻഡ് സേ ജി ഡേ. എന്താണ്? കം ആൻഡ് സേ ജി ഡേ എന്നാണ് ആ പദ്ധതിയുടെ പേര്.
അപ്പൊ നമുക്കിനി കുറച്ചധികം ആനുകാലിക വാർത്തകൾ അറിയാം. അടുത്തിടെ അന്തരിച്ച പ്രശസ്ത മലയാളം സാഹിത്യകാരൻ, നമ്മൾ എല്ലാവരും വളരെ ദുഃഖപൂർവ്വം അറിഞ്ഞൊരു വാർത്തയായിരുന്നു നമ്മുടെ പ്രൊഫസർ MK സാനു അന്തരിച്ചു എന്നുള്ളത്. അടുത്തിടെ അന്തരിച്ച പ്രശസ്ത മലയാളം സാഹിത്യകാരനാണ് MK സാനു. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിന്റെ ഡയറക്ടറായി നിയമിതനായ വ്യക്തി. ഒരു അപ്പോയിന്റ്മെന്റ് നടന്നിരിക്കുന്നു. മുന്നിലുള്ള വ്യക്തിയുടെ പേര് വെട്ടിക്കളയുക. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിന്റെ ഡയറക്ടറായി നിയമിതനായ വ്യക്തിയാണ് ES പത്മകുമാർ. ആരാണ്? ES പത്മകുമാർ. ES പത്മകുമാർ ആണ് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിന്റെ ഡയറക്ടറായി നിയമിതനായ വ്യക്തി. അടുത്ത നമുക്ക് നോക്കാം. വിരമിക്കുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാൻ ഉത്തരവിട്ട കേരള വിവരാവകാശ കമ്മീഷണർ. മുഖ്യ വിവരാവകാശ കമ്മീഷണർ അല്ല, നമുക്കറിയാം മുഖ്യ വിവരാവകാശ കമ്മീഷണറുമുണ്ട്, അദ്ദേഹത്തോടൊപ്പം തന്നെ വിവരാവകാശ കമ്മീഷണർമാരുമുണ്ട്. അപ്പോൾ ആരാണ്? A. അബ്ദുൾ ഹക്കീം. ആരാണ്? A. അബ്ദുൾ ഹക്കീം. ചരിത്രത്തിൽ 9ാം തവണയും തുടർച്ചയായി 5ാം തവണയും വനിതകളുടെ കോപ്പ അമേരിക്ക ഫുട്ബോൾ കിരീടം നേടിയ രാജ്യമാണ് ബ്രസീൽ. എന്താണ്? ചരിത്രത്തിൽ 9ാം തവണ, ചരിത്രത്തിലാകെ അവർക്ക് കോപ്പ അമേരിക്ക കിരീടങ്ങൾ 9, തുടർച്ചയായി 5ാം തവണയും വനിതകളുടെ വനിതകളുടെ കോപ്പ അമേരിക്ക ഫുട്ബോൾ കിരീടം നേടിയ രാജ്യമാണ് ബ്രസീൽ. കൊളംബിയയാണ് ബ്രസീൽ പരാജയപ്പെടുത്തിയത്. ലോക അക്വാട്ടിക് ടെക്നിക്സ് കമ്മിറ്റി അംഗമായ മലയാളി. ലോക അക്വാട്ടിക് ടെക്നിക്സ് കമ്മിറ്റി അംഗമായ മലയാളിയാണ് S. രാജീവ്. ആരാണ്? S. രാജീവ്. ലെജൻസ് ലോക ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ ടീം. ലെജൻസ് ലോക ചാമ്പ്യൻഷിപ്പ്, മുന്നേ ഉള്ള ലെജൻസ് അതല്ലേ? ലെജൻസ് എന്ന് പറയുമ്പോൾ അവർ മുന്നേ ഫോമിൽ നിന്ന് അടിപൊളിയായിരുന്ന ആളുകളാണ് അല്ലേ? അപ്പോൾ ലെജൻസ് ലോക ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ ടീം ദക്ഷിണാഫ്രിക്കയാണ്. പാകിസ്ഥാനെയാണ് ദക്ഷിണാഫ്രിക്ക പരാജയപ്പെടുത്തിയത്. ഭൂട്ടാനിൽ ഇന്ത്യൻ ബോർഡർ റോഡ്സ് ഏറ്റെടുത്ത് വിവിധ പദ്ധതികളുടെ ഭാഗമായി നിർമ്മിച്ച് ഭൂട്ടാൻ പ്രധാനമന്ത്രി ഷെറിംഗ് ടോബ്ഗെ. ആരാണ്? ഷെറിംഗ് ടോബ്ഗെ ഉദ്ഘാടനം ചെയ്ത റോഡാണ് വനാഖ ഹാ റോഡ്. എന്താണ്? വനാഖ ഹാ റോഡ്. ഇത് ഭൂട്ടാനിലാണ്. ഭൂട്ടാനിൽ ഇന്ത്യൻ ബോർഡർ റോഡ് ഏറ്റെടുത്ത് വിവിധ പദ്ധതികളുടെ ഭാഗമായി നിർമ്മിച്ച റോഡാണ് ഏത്? വനാഖ ഹാ റോഡ്. അപ്പൊ വനാഖ ഹാ റോഡ് എവിടെയാണ്? ഭൂട്ടാനിലാണ് വനാഖ ഹാ റോഡ്. അത് നമ്മുടെ ഇന്ത്യൻ ബോർഡർ റോഡ്സ് ആണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ഉദ്ഘാടനം ചെയ്തത് ഭൂട്ടാൻ പ്രധാനമന്ത്രി ഷെറിംഗ് ടോബ്ഗെ ആണ്. അപ്പൊ ഭൂട്ടാന്റെ പ്രധാനമന്ത്രി ആരെന്ന് നിങ്ങൾ കൃത്യമായി പഠിച്ചിരിക്കുക. ആരാണ്? ഷെറിംഗ് ടോബ്ഗെയാണ് ഭൂട്ടാന്റെ പ്രധാനമന്ത്രി. നാട്യവേദ സെന്റർ ഫോർ പെർഫോമിംഗ് ആർട്സിന്റെ പ്രഥമ പുരസ്കാരമാണ്. നാട്യവേദ സെന്റർ ഫോർ പെർഫോമിംഗ് ആർട്സിന്റെ പ്രഥമ നാട്യവേദ പുരസ്കാരത്തിന് അർഹയായത് പത്മ സുബ്രഹ്മണ്യം. ഏത് മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? നർത്തകിയാണ് പത്മ സുബ്രഹ്മണ്യത്തിനാണ് പ്രഥമ നാട്യവേദ പുരസ്കാരം. ഇത് നൽകുന്നത് നാട്യവേദ സെന്റർ ഫോർ പെർഫോമിംഗ് ആർട്സ് ആണ് ഈ ഒരു പുരസ്കാരം നൽകുന്നത്. ഇനി നമുക്ക് കുറച്ച് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, സാഹിത്യ നഗര ദിനാഘോഷത്തോടനുബന്ധിച്ച് കോഴിക്കോട് കോർപ്പറേഷൻ നൽകുന്ന സാഹിത്യത്തിലെ സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ച വ്യക്തി. നമ്മുടെ PSCയിലെ അടുത്തിടെ പല തവണ ചോദിച്ച ചോദ്യമാണ്. സാഹിത്യ നഗര പദവി കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ആദ്യമായിട്ട് സാഹിത്യ നഗര പദവി ലഭിച്ച കോർപ്പറേഷൻ ഏതായിരുന്നു? കോഴിക്കോട് കോർപ്പറേഷൻ ആയിരുന്നു. അപ്പോൾ ഈ സാഹിത്യ നഗര ദിനാഘോഷത്തോടനുബന്ധിച്ച് നമ്മുടെ കോഴിക്കോട് കോർപ്പറേഷൻ നൽകുന്ന സാഹിത്യത്തിലെ സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ച വ്യക്തി ആര്? ഓപ്ഷൻ A MK സാനു, B MT വാസുദേവൻ നായർ, C സാറ ജോസഫ്, D KR മീര. ആർക്കാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്? ആർക്കാണ്? ഓപ്ഷൻ C സാറ ജോസഫിനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. മറക്കാതിരിക്കുക. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം എന്താണ്? കേരള ഫിലിം പോളിസി കോൺക്ലേവ് 2025 വേദി. ഇപ്പോൾ ചെറിയ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തിയുടെ പ്രസ്താവനയിൽ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ കറങ്ങി നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായി പഠിക്കുക. കേരള ഫിലിം പോളിസി കോൺക്ലേവ് 2025 വേദി. ഓപ്ഷൻ A തിരുവനന്തപുരം, B കൊല്ലം, C തൃശൂർ, D കോട്ടയം. എവിടെയാണ് കേരള ഫിലിം പോളിസി കോൺക്ലേവ് 2025 നടന്നത്? എവിടെയാണ്? ഓപ്ഷൻ A തിരുവനന്തപുരമാണ്. അടുത്ത ചോദ്യം എന്താണ് നോക്കാം. ലോക നീന്തൽ ചാമ്പ്യൻഷിപ്പിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മെഡൽ ജേതാവായ യു സിദി. എന്താണ്?
ലോക നീന്തൽ ചാമ്പ്യൻഷിപ്പിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മെഡൽ നേതാവാണ് യൂസിദി. യൂസിദി ഏത് രാജ്യത്തെ നീന്തൽ താരമാണ്? യൂസിദി ഏത് രാജ്യത്തെ നീന്തൽ താരമാണ്? ഓപ്ഷൻ എ ദക്ഷിണ കൊറിയ, ബി ചൈന, സി ഉത്തര കൊറിയ, ഡി നേപ്പാൾ. ഏത് രാജ്യക്കാരിയാണ് യൂസിദി? ഏത് രാജ്യക്കാരിയാണ്? ലോക നീന്തൽ ചാമ്പ്യൻഷിപ്പിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മെഡൽ ജേതാവാണ് യൂസിദി. യൂസിദി ഏത് രാജ്യക്കാരിയാണ്? ഏത് രാജ്യക്കാരിയാണ്? യൂസിദി ചൈനയുടെ നീന്തൽ താരമാണ്. ഓപ്ഷൻ ബി ചൈനയാണ് ഇവിടെ ഉത്തരമായി വരുന്നത്. അടുത്ത ചോദ്യം എന്താണെന്ന് നമുക്ക് നോക്കാം. കുടുംബശ്രീ സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾക്ക് സാമൂഹ്യാധിഷ്ഠിത വിപണന വിതരണ സംവിധാനം ഒരുക്കുന്നതിനുള്ള പദ്ധതി. കുടുംബശ്രീയുടെ സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾക്ക് സാമൂഹ്യാധിഷ്ഠിത വിപണന വിതരണ സംവിധാനം ഒരുക്കുന്നതിനായി ആരംഭിച്ച പദ്ധതി ഏത്? ഓപ്ഷൻ എ കുടുംബശ്രീ ഷോപ്പ്, ഓപ്ഷൻ ബി കുടുംബശ്രീ ഹോപ്പ്, ഓപ്ഷൻ സി കുടുംബശ്രീ ഹോം ഷോപ്പ്, ഓപ്ഷൻ ഡി സ്നേഹിത. ഇതിൽ ഏതാണ് ആ ഒരു പദ്ധതി? ഏതാണ്? ഓപ്ഷൻ സി കുടുംബശ്രീ ഹോം ഷോപ്പ് എന്നാണ് ഈ ഒരു പദ്ധതിയുടെ പേര്. അടുത്ത ചോദ്യം, എം കെ സാനുവിന്റെ ആത്മകഥ ഏത്? എം കെ സാനു അദ്ദേഹം കഴിഞ്ഞ ദിവസം അന്തരിച്ചിട്ടുണ്ട്. അപ്പൊ കൃത്യമായിട്ട് നമുക്ക് വേണം അദ്ദേഹത്തിന്റെ ആത്മകഥ എന്താണ് എന്ന് എല്ലാവരും അറിഞ്ഞിരിക്കണം. ഓപ്ഷൻ എ കർമ്മയോഗി, ബി കർമ്മഗതി, സി എന്റെ ഓർമ്മകൾ, ഡി എന്റെ നിലവുകൾ. ഇതിലേതാണ് നമ്മുടെ പ്രൊഫസർ എം കെ സാനുവിന്റെ ആത്മകഥ? ഏതാണ്? ഓപ്ഷൻ ബി കർമ്മഗതി. കർമ്മഗതി, യോഗിയല്ല, കർമ്മഗതിയാണ് എം കെ സാനുവിന്റെ ആത്മകഥ. കൃത്യമായി പഠിച്ചിരിക്കുക, കർമ്മഗതി. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. അടുത്ത ക്ലാസ്സിലൂടെ കൂടുതൽ ആനുകാലിക വാർത്തകളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്